ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ആണവായുധമെടുക്കാൻ ഒട്ടും മടിയില്ലാത്ത നേതാവാണ് കിം ജോങ് ഉൻ. അമേരിക്കൻ വിരുദ്ധ ചേരിയിലെ പ്രമുഖനായ ഉത്തര കൊറിയൻ ഭരണാധികാരി ലോകത്തിന് മുഴുവൻ ഭീതി സൃഷ്ടിക്കുന്നത് അദ്ദേഹം കയ്യിൽ കരുതുന്ന ആയുധങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. റഷ്യൻ ഭരണാധികാരിയുമായി കൈകോർത്ത് കിം ഉണ്ടാക്കിയെടുത്ത പത്മവ്യൂഹത്തിലെ ആദ്യത്തെ ഇര അയൽക്കാരനായ ദക്ഷിണ കൊറിയ തന്നെയാണ്. നിലവിൽ രാഷ്ട്രീയ അസ്ഥിരത തുടരുന്ന ദക്ഷിണ കൊറിയയിൽ തുടരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നത് കിമ്മിന്റെ ഒരു വിനോദമായിരിക്കുകയാണ് ഇപ്പോൾ. ദക്ഷിണ കൊറിയയ്ക്ക് അമേരിക്ക നൽകുന്ന പിന്തുണയാണ് കിമ്മിനെ പ്രകോപിപ്പിക്കുന്ന പ്രധാന ഘടകം. കൊറിയൻ ഉപദ്വീപിൽ വീണ്ടും പിരിമുറുക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങളെ ഒരു യുദ്ധത്തിന് തിരികൊളുത്തുന്ന പ്രകോപനമായി കണ്ടുകൊണ്ട് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ രാജ്യത്തിന്റെ ആണവായുധ ശേഷി അതിവേഗം വികസിപ്പിക്കാൻ ആഹ്വാനം ചെയ്തതോടെ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾക്കാണ് ഇത് വഴിയൊരുക്കിയിട്ടുള്ളത്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയും അതുപോലെ ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്നത് യുദ്ധത്തിനുള്ള അവരുടെ വ്യക്തമായ ആഗ്രഹത്തിന്റെ പ്രകടനമാണെന്നാണ് കിം ആരോപിച്ചത്. ഈ സൈനിക അഭ്യാസങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് ഉത്തര കൊറിയ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ തുടരുമ്പോഴും ഉത്തര കൊറിയയുടെ ഈ പുതിയ ഭീഷണി മേഖലയിൽ ഒരു പുതിയ വെല്ലുവിളിയായി മാറുകയാണ്. വർഷങ്ങളായിട്ട് നിലവിൽ സംഘർഷ മേഖല തന്നെയാണ് ഈ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ളത്. നിലവിലുള്ള സാഹചര്യം തങ്ങളുടെ സൈനിക സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും സമൂലമായ മാറ്റങ്ങൾ വരുത്താനും ആണവവൽക്കരണം വേഗത്തിൽ വികസിപ്പിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന് കിം പറയുന്നു. നാവികസേനയെ ഹൈടെക് ആണവായുധങ്ങൾ ഉപയോഗിച്ച് സജ്ജമാക്കാനുള്ള പ്രധാന പദ്ധതികൾ ആസൂത്രണം ചെയ്തതുപോലെ പുരോഗമിക്കുന്നതിൽ അദ്ദേഹം സംതൃപ്തിയും രേഖപ്പെടുത്തുന്നുണ്ട്. നാവിക നശീകരണ കപ്പലായ ചോഹാൻ സന്ദർശിച്ചത് അതിലെ ആയുധ സംവിധാനങ്ങളെക്കുറിച്ച് വിശദ റിപ്പോർട്ടുകൾ സ്വീകരിച്ച ശേഷമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകൾ വന്നത്. ഇത് രാജ്യത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഉത്തര കൊറിയ എത്രത്തോളം ഗൗരവകരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആണവായുധ ശേഷിയുള്ള ഉത്തര കൊറിയയിൽ നിന്നുള്ള ഭീഷണികൾ നേരിടാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും ഓഗസ്റ്റ് 18 വാർഷിക സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചത്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അഭ്യാസങ്ങളിൽ വലിയ തോതിലുള്ള തത്സമയ വെടിവെപ്പ് പരിശീലന പരിപാടികൾ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ടെന്ന് അമേരിക്കൻ സൈനിക പ്രസ്താവനയിലാണ് പറഞ്ഞത്. ഈ അഭ്യാസങ്ങളെ ഒരു പ്രതിരോധാധിഷ്ഠിത അഭ്യാസം എന്നാണ് അമേരിക്ക വിശേഷിപ്പിച്ചതെങ്കിലും ഉത്തര കൊറിയ ആവട്ടെ ഇതിനെ തങ്ങൾക്കെതിരായുള്ള ആക്രമണത്തിനുള്ള ഒരുക്കമായിട്ടാണ് നോക്കിക്കാണുന്നത്. ദക്ഷിണ കൊറിയയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഒരു തരത്തിലുള്ള ആഗ്രഹവുമില്ലെന്ന് ഉത്തര കൊറിയ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജങ് മ്യൂങ് സമാധാനപരമായ നിലപാട് സ്വീകരിച്ചത് ശ്രദ്ധേയമാണ്. ഉത്തര കൊറിയയുടെ രാഷ്ട്രീയ സംവിധാനത്തെ ബഹുമാനിക്കുമെന്നും സൈനികമായ വിശ്വാസം വളർത്തുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. മുൻവ്യവസ്ഥകളില്ലാതെ ഉത്തര കൊറിയയുമായി സംഭാഷണം തുടരുമെന്ന് ലീ തന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മുൻഗാമിയുടെ കർക്കശമായ നിലപാടിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ലോകത്തിന് ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ ഉത്തര കൊറിയൻ നേതാവ് കിമ്മിന്റെ സഹോദരിയായിട്ടുള്ള കിം യോ ജോങ് ദക്ഷിണ കൊറിയയുമായി ബന്ധം മെച്ചപ്പെടുത്താൻ തങ്ങൾക്ക് ആഗ്രഹമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിൽ സ്ഥാപിച്ച പ്രചാരണ ഉച്ചഭാഷിണികൾ നീക്കം ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകളും അവർ നിഷേധിച്ചു. ഉത്തര കൊറിയയുടെ തുടർച്ചയായ ആണവായുധ വികസനവും അമേരിക്ക ദക്ഷിണ കൊറിയ സൈനികാഭ്യാസങ്ങളും സൃഷ്ടിക്കുന്ന പ്രാദേശിക പ്രതിസന്ധി അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അമേരിക്ക ഉത്തര കൊറിയ ഒരു ഗൗരവകരമായ ആണവ ഭീഷണിയായിട്ടാണ് നോക്കിക്കാണുന്നത്. അതേസമയം ചൈനയും റഷ്യയും പലപ്പോഴും ഉത്തര കൊറിയയുടെ സുരക്ഷാ ആശങ്കകൾക്ക് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ വർഷം ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങളെക്കുറിച്ച് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ദക്ഷിണ കൊറിയയുടെ സമാധാന ശ്രമങ്ങൾക്കിടയിലും സൈനിക അഭ്യാസങ്ങളോടുള്ള ഉത്തര കൊറിയയുടെ കടുത്ത നിലപാട് മേഖലയിലെ സമാധാനത്തിന് ഒരു വെല്ലുവിളിയായി തുടരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. നിലവിൽ ഉത്തര കൊറിയയും അതുപോലെ ദക്ഷിണ കൊറിയയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഉത്തര കൊറിയയുടെ ആണവായുധ മിസൈൽ പരീക്ഷണങ്ങൾ തന്നെയാണ്. ഈ പരീക്ഷണങ്ങൾ കൊറിയൻ പെനിൻസുലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയും ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശത്രുതയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1950 മുതൽ 53 കാലഘട്ടത്തിലെ കൊറിയൻ യുദ്ധത്തിന് ശേഷം സമാധാന ഉടമ്പടി ഇല്ലാതെ വെടിനിർത്തൽ കരാർ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിർത്തിയിലെ ചെറിയ പ്രകോപനങ്ങൾ പോലും വലിയ സംഘർഷങ്ങളിലേക്ക് വഴിമാറാനുള്ള സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ദക്ഷിണ കൊറിയയുടെ ഏറ്റവും വലിയ സൈനിക സഖ്യകക്ഷിയാണ് അമേരിക്ക. ദക്ഷിണ കൊറിയയിൽ US സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഉത്തര കൊറിയയുടെ ഭീഷണികളെ പ്രതിരോധിക്കാൻ ദക്ഷിണ കൊറിയയ്ക്ക് അമേരിക്ക സൈനിക സാങ്കേതിക വിദ്യകളും സഹായങ്ങളും നൽകി വരുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ ഭീഷണിയെ നേരിടാൻ അമേരിക്കയുടെ ഈ സൈനിക സാന്നിധ്യം പ്രധാനവുമാണ്. എന്നാൽ ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം കൂടുതൽ വഷളാക്കാൻ മാത്രമാണ് ഉപകരിച്ചിട്ടുള്ളത്. കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം തങ്ങളുടെ ആണവ പദ്ധതികൾ
നടപടികൾക്ക് ന്യായീകരണമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാരണം കൂടി ഇത് തന്നെയാണ്. അതായത് അമേരിക്കയുടെ ഇടപെടൽ, ദക്ഷിണ കൊറിയയ്ക്ക് അമേരിക്ക നൽകുന്ന പിൻബലവും സൈനിക സഹായങ്ങളും ഒക്കെ തന്നെയാണ് കിമ്മിനെ പ്രകോപിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെയാണ് കിം എപ്പോഴും ഇവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ മിസൈൽ ആണവ പരീക്ഷണങ്ങൾ ആഗോള സമൂഹത്തിന് വലിയ വെല്ലുവിളിയാണ് എന്ന കാര്യം പറഞ്ഞല്ലോ. ഈ പരീക്ഷണങ്ങൾക്ക് ഒരു ആയുധ മത്സരത്തിന് വഴി തുറക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഉത്തര കൊറിയയുടെ നീക്കങ്ങൾ മേഖലയിലെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ജപ്പാൻ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കിടയിലും സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ആഗോള സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കും. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവർ ഈ ഭീഷണി നേരിടാൻ സൈനിക സഹകരണം ശക്തമാക്കുമ്പോൾ ഉത്തര കൊറിയയ്ക്ക് ചൈനയും റഷ്യയും നൽകുന്ന പിന്തുണ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഉപരോധങ്ങൾ പോലും ഉത്തര കൊറിയയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ മനസ്സിലാക്കണം. ഈ സാഹചര്യത്തിൽ കൊറിയൻ പെനിൻസുലയിലെ സമാധാനം എന്നത് ആഗോള സുരക്ഷയെയും അതുപോലെ തന്നെ അതിന്റെ സന്തുലിതാവസ്ഥയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വടക്കൻ കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദവും അപകടകരവുമായ നേതാക്കളിൽ ഒരാളായിട്ട് പലരും നോക്കിക്കാണുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ചിത്രീകരണം അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള പ്രധാന കാരണമായി കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ സൈനിക നടപടികളും അതുപോലെ തന്നെ ആണവായുധ നയങ്ങളും ഒക്കെ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ആണവായുധ പരീക്ഷണങ്ങളാണ്. അതായത് കിം ജോങ് ഉന്റെ നേതൃത്വത്തിൽ ഉത്തര കൊറിയയിൽ ഒരുപാട് ആണവ പരീക്ഷണങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. കിം ജോങ് ഉൻ അധികാരത്തിൽ എത്തിയതിനു ശേഷം വടക്കൻ കൊറിയയിൽ, അതായത് ഉത്തര കൊറിയയിൽ നിരവധി ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. UN-ന്റെ നിരോധനങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും അവഗണിച്ച് നടത്തിയ ഇത്തരം പരീക്ഷണങ്ങൾ ലോകരാഷ്ട്രങ്ങളെ വലിയ ആശങ്കയിലാഴ്ത്തി. ഒരു ചെറു രാജ്യം പോലും ആണവായുധം കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. അടുത്തത് ദൂരപരിധി മിസൈലുകളാണ്. ഉത്തര കൊറിയ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അതായത് ICBM ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ICBMന്റെ നിരവധി പരീക്ഷണങ്ങളും ഉത്തര കൊറിയയിൽ നടന്നിട്ടുണ്ട്. ഇവയ്ക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ലക്ഷ്യമിടാനുള്ള ശേഷിയുണ്ട്. അതിനാൽ കിം ജോങ് ഉൻ ലോകത്തിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രങ്ങളോട് പോലും പ്രത്യക്ഷ വെല്ലുവിളി ഉയർത്തുന്ന ഒരു നേതാവായിട്ട് മാറുകയാണ്. മൂന്നാമത്തെ കാര്യം ഭീഷണിയുടെ രാഷ്ട്രീയവും സൈനിക പ്രകടനവും തന്നെയാണ്. കിം ജോങ് ഉൻ പലപ്പോഴും തന്റെ ജനങ്ങളെയും ലോകത്തെയും സൈനിക പെരേഡുകളിലൂടെ തന്റെ ശക്തി പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് സൈനികരും ആയുധങ്ങളും ഒരുമിച്ച് പ്രദർശിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭയപ്പെടുത്തൽ തന്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു അപകടകാരിയായി ചിത്രീകരിക്കണം എന്ന് തന്നെയാണ്. അതിലേറെക്കുറെ അദ്ദേഹം വിജയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അടുത്തത് ഉത്തര കൊറിയ പിന്തുടരുന്ന ഒരു ഭരണരീതിയും ഭീകര നിയന്ത്രണവുമാണ്. സ്വന്തം രാജ്യത്തിനുള്ളിൽ പോലും കിം ജോങ് ഉൻ സൈനിക ശക്തിയിലൂടെ ജനങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിഷേധിക്കുന്നവരെയും പ്രതികരിക്കുന്നവർക്കുമെതിരെ കഠിനമായ ശിക്ഷയും വധശിക്ഷയും നടപ്പിലാക്കുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ധയനായ ഭരണാധികാരി എന്ന ചിത്രീകരണത്തിന് വഴിതെളിച്ചു. അടുത്തത് അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങളാണ്. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളോടുള്ള സ്ഥിരമായ യുദ്ധഭീഷണികളും അദ്ദേഹത്തെ കൂടുതൽ അപകടകാരിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ആരും മുൻകൂട്ടി കണക്ക് കൂട്ടാനാകാത്ത വിധത്തിലാണ് അദ്ദേഹത്തിന്റെ സൈനിക നീക്കങ്ങളൊക്കെ നടക്കുന്നത്. കിം ജോങ് ഉൻ ഒരു അപകടകാരിയായ നേതാവ് എന്ന നിലയിൽ ലോകത്ത് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആണവായുധ വികസനവും സൈനിക ശക്തിയുടെ തീർത്തും ഭീഷണിയാർന്ന പ്രദർശനവും ഒന്നുകൊണ്ട് മാത്രമാണ്. അനിശ്ചിതത്വവും നിയന്ത്രണമില്ലാത്തതുമായ അദ്ദേഹത്തിന്റെ നടപടികൾ ഏത് നിമിഷവും ആഗോള സമാധാനത്തിന് വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നത് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം എന്നും അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നത്. എന്തായാലും കൊറിയൻ പെനിൻസുലയിൽ ഒരുപാട് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം വാർത്തകൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ